ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ ഏറ്റവും പുതിയ വിശദമായ ട്രാക്കേഴ്സ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തമിഴ്നാട്ടിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 24,88,00,000 രൂപയാണ്. 4 ദിവസം കൊണ്ട് 92,71,00,000 രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ 4,98,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് കർണാടക കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 24,56,00,000 രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഇന്നലെ 2,14,00,000 രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10,54,00,000 രൂപയാണ് ആദ്യ 4 ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 2,85,00,000 രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 13,13,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 8 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ ഷെയറായി നിലവിൽ 4 ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് 5,92,00,000 രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ 156,92,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് $7.46 മില്യൺ, അതായത് 71,58,00,000 രൂപയാണ്. ടോട്ടൽ 228,50,00,000 രൂപയാണ് ലോകമെമ്പാടുമായി 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഇനി 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 80-85 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 13,90,00,000 റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 15 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 243-245 കോടി റേഞ്ചിലാണ് ജനനായകൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 24 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാവാരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 5,60,00,000 രൂപയായിരുന്നു. 2-ാം ദിവസമായ ശനിയാഴ്ച 6,21,00,000 രൂപയും 3-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച 8,23,00,000 രൂപയുമായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആന്ധ്രയിൽ 3 ദിവസം കൊണ്ട് 8,66,00,000 രൂപയും തെലങ്കാനയിൽ 9,75,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ 2,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 20,74,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. വിദേശത്ത് $5,45,000, അതായത് 5,23,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. വേൾഡ് വൈഡ് ഗ്രോസായി 25,97,00,000 രൂപയാണ് ഇന്നലെ വരെ സ്വന്തമാക്കിയത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 29 കോടി റേഞ്ചിലാണ് ആദ്യ 4 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 24 തിരഞ്ഞെടുത്ത മറാഠി സിനിമയാണ് ഭൂതം ഭയം. ഈ ചിത്രത്തിന്റെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ സിനിമ കളക്ട് ചെയ്തത് 1,76,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1,40,40,000 രൂപയുമാണ്. 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് 1,78,00,000 രൂപയുമാണ്. ഇഷ്ക് നാമ എന്ന പഞ്ചാബി സിനിമയുടെ 3 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ചിത്രം 2,69,00,000 രൂപ പഞ്ചാബിൽ നിന്നും 45 ലക്ഷം രൂപ ഹരിയാനയിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് 43 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 42 ലക്ഷം എന്നിങ്ങനെ 3,99,00,000 രൂപയാണ് 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 1,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യം 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 5,19,00,000 രൂപയാണ്. ജൂലൈ 10 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിത്രം 17 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 28,42,00,000 രൂപയും തെലങ്കാനയിൽ 27,26,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി 55,68,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 6,19,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 62,87,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 10,65,00,000 ഉൾപ്പെടെ 73,52,00,000 രൂപയാണ് ആദ്യ 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ ഇതേ മുരളി എന്ന തമിഴ് സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഈ സിനിമ ഇന്നലെ തമിഴ്നാട്ടിൽ 16 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 17 ദിവസം കൊണ്ട് 20,79,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 25,09,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 5,14,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 17 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 30,23,00,000 രൂപയാണ്. വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി ചെല്ല അയ്യാവ് സംവിധാനം ചെയ്ത് ജൂലൈ 3 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 19,40,000 രൂപയാണ്. അങ്ങനെ 43,12,00,000 രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 2,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 1,03,40,000 രൂപയാണ്. സിനിമ ഇന്ത്യൻ ഗ്രോസായി 47,05,00,000 രൂപയും വിദേശത്ത് 7,80,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 54,85,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അൻപേ ഡയാന എന്ന തമിഴ് സിനിമ തിയേറ്ററിലെത്തിയത് ജൂലൈ 17 ഈ സിനിമ 10-ാം ദിവസമായ ഞായറാഴ്ച തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 18 ലക്ഷം രൂപയാണ്. 10 ദിവസം കൊണ്ട് ഈ സിനിമ 4,48,00,000 രൂപയാണ് തമിഴ്നാട്ടിൽ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 4,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 5,25,00,000 രൂപയാണ്. ധമാൽ 4 എന്ന ബോളിവുഡ് സിനിമയുടെ 17 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 7,55,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 183,32,00,000 രൂപയാണ്.
വിദേശത്ത് 22,50,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി കളക്ട് ചെയ്തിരിക്കുന്നത് 205,82,00,000 രൂപയാണ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.